സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുമ്പോൾ വരുന്ന പരസ്യത്തിന് പുറമെ ഹോം പേജിൽ തന്നെ ഒരുപാട് പരസ്യങ്ങൾ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഈ പരസ്യങ്ങൾ നമ്മൾ കാണുന്ന പരസ്യത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ ശല്യപ്പെടുത്തുകയാണ്. ഇത് എങ്ങനെ തടയാം, എങ്ങനെയാണ് ഇത് വരുന്നത്, അത് എവിടെയാണ് ഉള്ളത്, അതിൽ നിന്നും എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്കതിനായിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന വലതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആഡ്സ് എന്ന അതിൻ്റെ തൊട്ട് താഴെ ആഡ് പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന പരസ്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാകുക. അതിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പരസ്യങ്ങളൊക്കെ നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വീണ്ടും ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സി മോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും പരസ്യങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇവിടെ നിന്നും വലതുവശത്ത് നിങ്ങൾക്ക് കാണാം ഹൈഡ് ആഡ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ പരസ്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സൈറ്റാണ് എങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്, അഡ്വർടൈസേഴ്സ് ഹൂസ് ആഡ് യു ഹാവ് ക്ലിക്ക്ഡ് എന്ന ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു സൈറ്റാണ് എങ്കിൽ നിങ്ങൾക്കിവിടെ ഇത് ഓപ്പൺ ആകും. ഇതിപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അൺഡു അടിച്ചു കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതുകൂടാതെ ഇതിൽ നിന്ന് നമുക്ക് ഷോർട്ടായിട്ട് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റീസെൻറ്റ് ആഡ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ സേവ്ഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വരുന്ന വാളിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.